പ്രൈസ് ദി ലോർഡ്. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിൻ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. ഇന്ന് നമുക്ക് ദൈവവചന ചിന്തയ്ക്കായിട്ട് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം 1-2 വാക്യത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. അവിടെ ഇപ്രകാരം പറയുന്നു: അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. വചനം പറയുന്നു, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. യേശു ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പുള്ള ജീവിതം നോക്കിയാൽ ശിക്ഷാവിധി കിട്ടുവാനുള്ള കാര്യങ്ങളാണ് പലതും ചെയ്തത്. എന്നാൽ യേശു ക്രിസ്തുവിലേക്ക് നാം മാറിക്കഴിയുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്തിൽ നാം ആശ്രയിച്ചു കഴിയുമ്പോൾ, മുൻപുണ്ടായിരുന്ന സകല പാപവും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മറയപ്പെടുന്നു. യേശു ക്രിസ്തുവിലായാൽ ശിക്ഷയല്ല നമുക്ക് കിട്ടുന്നത്, നീതീകരണമാണ് ലഭിക്കുന്നത്. ഇതുവരെ യേശുവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളെ യേശു ക്രിസ്തുവിലുള്ള നീതീകരണത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരു മനുഷ്യനെ കുറ്റം വിധിച്ച് വല്ല വിധേനയും നിത്യനരകത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടി ഇരിക്കുകയല്ല യേശു. പാപത്തിൽ വീണുപോയ ജനത്തിനെ നിത്യനാശത്തിലേക്ക് വിടാതെ നിത്യജീവങ്കിലേക്ക് കൊണ്ടുവരുവാനാണ് യേശു വന്നത്. 2-ാം വാക്യം പറയുന്നു, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. മറ്റൊരു പ്രമാണം യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചു, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. ന്യായപ്രമാണം നല്ലത് തന്നെ. മോശ മുഖാന്തരം പ്രവാചകന മോശയിലൂടെ ദൈവം നൽകിയ പ്രമാണമാണ് ന്യായപ്രമാണം. അത് പൂർണ്ണമായി അനുസരിച്ച് ചെയ്താൽ അത് നല്ലത് തന്നെ. എന്നാൽ ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ വീണ്ടും പാപം ചെയ്യുന്നു. വീണ്ടും നല്ലതായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെയും ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യൻ വീണ്ടും ചെയ്യുന്നു. എന്നാൽ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം തന്നു. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം വീണ്ടും തെറ്റിലേക്ക് പോകുന്നു. എന്നാൽ 3-ാം വാക്യം പറയുന്നു, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിക്കാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. സകല ജനത്തിൻ്റെ പാപവും യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ വഹിച്ചു. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഗലാത്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 1-ാം വാക്യം അവിടെ ഇപ്രകാരം പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമ നുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. യേശു ക്രിസ്തു എന്ന സ്വാതന്ത്ര്യത്തിലോട്ട് പ്രവേശിച്ചോ പിന്നെയും പഴയതിലേക്ക് പോകരുത്. പിന്നെയും പഴയ പല ചോദ്യങ്ങൾ, അതായാൽ എങ്ങനെയാ, ഇതായാൽ എങ്ങനെ എന്ന് പല ചോദ്യങ്ങളിലേക്ക് പോകരുത്. ആ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുക. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുക. പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. സൗജന്യമായി നീതീകരണം ലഭിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ നടക്കുക. അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തി പാപം നിറഞ്ഞ ഈ ലോകത്തിൽ ആത്മാവിൻ്റെ ശക്തിയോടെ നടക്കുവാൻ തുടങ്ങും. ആത്മാവിൻ്റെ ഫലങ്ങളിൽ നടക്കുവാൻ തുടങ്ങും. അങ്ങനെ നടക്കണമെങ്കിൽ പൂർണ്ണമായ ഒരു ആശ്രയമാണ് വേണ്ടത്. പൂർണ്ണമായി യേശുവിൽ ആശ്രയിക്കുക. നമ്മെ നടത്തുവാൻ യേശു പിതാവിൽ നിന്ന് വാങ്ങിത്തന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ നമുക്കൊരു ജയകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കും. സ്വന്തം ഇഷ്ടത്തിലൂന്നിയാൽ എനിക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞ് നടക്കുവാൻ ശ്രമിച്ചാൽ വീഴുവാൻ സാധ്യതയുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ, പരിശുദ്ധാത്മാവെ നമ്മെ നടത്തുവാൻ യേശു തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് വാങ്ങിത്തന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായി ആശ്രയിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മെ നടത്താൻ ഏറ്റവും ശക്തിയുള്ള വ്യക്തിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്.
ലോകം പാപം നിറഞ്ഞതാണ്. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നടക്കുന്ന ഒരു ദൈവ പൈതൽ പാപത്തെ അല്ല കാണുന്നത്, തെറ്റിനെ അല്ല കാണുന്നത്. അവൻ ആത്മാവിൻ്റെ ശക്തിയിൽ നടക്കും. യേശു ആത്മാവിൻ്റെ ശക്തിയിൽ നടന്നതുപോലെ തന്നെ, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നടന്നതുപോലെ തന്നെ ഒരു വ്യക്തി ക്രിസ്തുവിലായാൽ ഈ ഭൂമിയിൽ അധികാരത്തോടെ ആത്മാവിൻ്റെ പവറിൽ, ഹോളി സ്പിരിറ്റിൻ്റെ പവറിൽ നടക്കാൻ തുടങ്ങിയാൽ ഒരു അസാധാരണ ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധിക്കും. പാപത്തിന് നമ്മെ ഭയമായി തുടങ്ങും. പാപം നമ്മെ കാണുമ്പോൾ മാറിപ്പോകും. യേശുവിനെ പാപത്തിന് തൊടുവാൻ സാധിച്ചില്ല. തെറ്റുകൾക്ക് നമ്മെ ഭയമായി തുടങ്ങും. കാരണം തെറ്റിന് നമ്മെ വീഴ്ത്തുവാൻ സാധിക്കത്തില്ല. പാപത്തിന് തൊടാൻ പറ്റാത്ത രീതിയിൽ ഈ ഭൂമിയിൽ ജയത്തോടെ വാഴുവാൻ സാധിക്കും. അത് യേശു ക്രിസ്തുവിലായെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. സ്വന്തം വിവേകത്തിൽ, സ്വന്തം കഴിവിൽ ആശ്രയിച്ചാൽ വീണു പോകും. ദൈവാത്മാവിൽ ആശ്രയിക്കുക. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനമേ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എത്ര വലിയ പാപിയായാലും യേശു ക്രിസ്തുവിലായി കഴിയുമ്പോൾ നീതീകരണം ലഭിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരണമുണ്ട്. മുമ്പ് ചെയ്ത തെറ്റുകളെ ഓർത്ത് ഇപ്പോൾ വിലപിക്കരുത്. യേശു ക്രിസ്തുവിലായോ വിലപിക്കരുത്. യേശു ക്രിസ്തുവിലായി കഴിഞ്ഞാൽ മുമ്പത്തെ സകല പാപവും യേശു ക്രിസ്തുവിലൂടെ മറയപ്പെടുന്നു. ആമേൻ. യേശുവിൻ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, യേശുവിൻ നാമത്തിൽ ഞാൻ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല ജനത്തിൻ്റെ നീതീകരണം യേശുവിൻ്റെ പദ്ധതിയാണല്ലോ. ഇന്ന് ഈ വചനം കേൾക്കുന്ന മുഴുവൻ പേരും ക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെടട്ടെ. ക്രിസ്തുവിൽ ആശ്രയിക്കട്ടെ. ക്രിസ്തുവിലൂടെയുള്ള രക്ഷ അറിയട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിച്ച് മാനിച്ചു ഉയർത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.